വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി തന്നെയാണ് പപ്പിമോളെ കിഡ്നാപ്പ് ചെയ്ത് വീട്ടിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്നത്. ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണം കഴിയുമ്പോൾ അവൾ പപ്പിമോളെ ഇറക്കി വിടുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കാർത്തിക് പറയുകയാണ്. അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട്, അല്ല അവൾ ഇതൊക്കെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയാൽ, ബലമായിട്ട് കൊണ്ടുപോയാൽ പപ്പിമോൾ ബഹളം വയ്ക്കില്ലേ? അല്ലെങ്കിൽ ശാരദാമ്മ ഇതിനൊക്കെ സമ്മതിക്കുമോ? പിന്നെ ആൾക്കാരൊക്കെ അറിയില്ല, പോരാത്തതിന് അടുത്തൊരു ചായക്കടയൊക്കെ നടത്തുകയില്ലേ, ഒരുപാട് ആൾക്കാരൊക്കെ വരില്ലേ എന്നിങ്ങനെ ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യാമ്മ ഇത്രയ്ക്ക് അങ്ങ് ശുദ്ധഗതികാരിയായി പോയല്ലോ. ഇവിടെയാണ് അവളുടെ IAS ബുദ്ധി പ്രവർത്തിക്കുന്നത്. വീട്ടിനകത്താണെങ്കിൽ പപ്പിയുടെ കൂട്ടുകാരി ഇല്ലേ, സത്യ ഇല്ലേ, കൂട്ടുകാർ തമ്മിൽ കാണുമ്പോൾ പിന്നെ ബഹളം ഒന്നും വെക്കില്ല. സത്യാമ്മ ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ സത്യഭാമ അതങ്ങോട്ട് അപ്പാടെ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. ഭാമയ്ക്ക് അന്നേരം ആകെ ഇങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് വിഷ്ണു എന്ന് 2-3 വട്ടം വിളിക്കുകയാണ്. അന്നേരം മുകളിൽ വിഷ്ണു ഇല്ല. പക്ഷേ പിന്നീട് ഭാമയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് താഴേക്ക് വരികയാണ്. IG ആണ് ഫോൺ ചെയ്യുന്നത്. തുടർന്ന് കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അവിടെ കയറി പരിശോധിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വേണം, ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും മതി. ഞാൻ ഈ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ടേ അങ്ങോട്ടത്തേക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ IG സംസാരിക്കുകയാണ്. അന്നേരം വളരെ ഉപകാരം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം വീണ്ടും വിഷ്ണു എന്നിങ്ങനെ വിളിക്കുമ്പോൾ വിഷ്ണു പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരികയാണ്. രാഘവൻ നായരും പിള്ളയും പൊന്നിയും എല്ലാവരും ഒക്കെ ഹാളിൽ എത്തുന്നുണ്ട്. അന്നേരം വിഷ്ണു, നീ വണ്ടി എടുക്കും, നമുക്ക് ഒരിടം വരെ പോകണമെന്ന് പറയുകയാണ്. അന്നേരം എവിടേക്കും ചോദിക്കുമ്പോൾ നരകത്തിലേക്ക്, സ്ഥലം പറഞ്ഞാലേ നീ വണ്ടി എടുക്കത്തുള്ളൂ എന്നിങ്ങനെ ഭാമ ദേഷ്യപ്പെടുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, നരകത്തിലേക്കാണെങ്കിൽ നീ ഒറ്റയ്ക്കങ്ങ് പോയാൽ പോരെ ഭാമയെ, അവനെ കൂടെ എന്തിനാ കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ രാഘവൻ നായർ കളിയാക്കുകയാണ്. അന്നേരം രാഘവേട്ട വെറുതെ ചോദിക്കുന്ന സംസാരിക്കരുത്. രാഘവേട്ടൻ വാ തുറക്കുന്നത് ആഹാരം കഴിക്കാനും പിന്നെ എന്നെ കൊച്ചാക്കാനും കുറ്റം പറയാനും മാത്രമല്ലേ. ഒരു കൊച്ചിനെ കാണാതായിട്ട് ഇതിപ്പോൾ എത്ര സമയമായി, ഗണപതി ഭൂലോകം ചുറ്റുന്നത് പോലെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ആർക്കും ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എനിക്ക് എവിടെയാണെന്ന് കിട്ടിയിട്ടുണ്ട്, അറിയിക്കേണ്ടവരെയൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്, സഹായമൊക്കെ തേടിയിട്ടുണ്ട്, എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതി, വണ്ടി എടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞിങ്ങനെ ഭാമ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് രാഘവൻ നായർ പറയുന്നുണ്ട്, വിഷ്ണു ചെല്ലടാ, നീ വണ്ടി എടുക്ക്, ഗണപതി ലോകം ചുറ്റുന്ന കഥയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ആർക്കും കിട്ടാത്ത ഇല്ലാമപ്പഴം അവൾക്ക് കിട്ടുമെന്നും പറഞ്ഞ് രാഘവൻ നായരൻ കളിയാക്കുകയാണ്. അന്നേരം രാഘവേട്ടാന്നും പറഞ്ഞ് വീണ്ടും പറയുമ്പോൾ ചെല്ലടാ എന്നിങ്ങനെ വിഷ്ണുവിനോട് രാഘവൻ നായർ പറയുന്നുണ്ട്. തുടർന്ന് ഭാമ മുന്നോട്ടങ്ങ് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ ഒന്ന് മിണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവും പുറകെ ഇറങ്ങുകയാണ്. അന്നേരം ഇവരിങ്ങനെ വണ്ടിയെടുത്ത് പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ ചിരിച്ച് വാതിൽക്കൽ നിന്ന് കാർത്തികയെ അങ്ങ് നോക്കി കാണുകയാണ്. അന്നേരം ഇത് രാഘവൻ നായർ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം എന്താടി കൊച്ചേ, നിൻ്റെ മുഖത്തൊരു ഗൂഢമന്ദഹാസം എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിനക്ക് ഈ കുമാരസംഭവത്തിൽ നീയാണോ നാരദൻ എന്നിങ്ങനെ നാരദൻ്റെ റോള് നിനക്കാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ എനിക്കൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് കാർത്തിക അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. അന്നേരം പിള്ള പറയുന്നുണ്ട്, പറഞ്ഞത് ചുമ്മാതാണ് സാറേ, അവൾക്കിതെല്ലാം അറിയാം, അവൾ കാരണമാണ് ശാലിനി കൊച്ചിനെ ഈ വീട്ടിനകത്ത് കയറാൻ കഴിയാത്ത അവസ്ഥ വന്നതെന്ന് പറയുകയാണ്. അന്നേരം എന്ത് ചെയ്യാൻ പറ്റും, അവനായിട്ട് മാലയിട്ട് വിളിച്ചുകൊണ്ട് വന്നതല്ലേ, അനുഭവിക്കുക തന്നെ എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. എന്നിട്ടും ചിന്തിക്കുകയാണ്, എന്നാലും ഭാമ വിഷ്ണുവിനെയും കൂട്ടി എവിടേക്കായിരിക്കും പോയത് എന്നിങ്ങനെ രാഘവൻ നായർ ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് വണ്ടി ഓടിച്ച് പോകുന്ന വിഷ്ണു ചോദിക്കുന്നുണ്ട്, അമ്മേ നമ്മളത് എങ്ങോട്ടാണ് പോകുന്നത്, പപ്പിയെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാം നിനക്ക് നേരിട്ട് തന്നെ ബോധ്യമാകും, നേരെ തന്നെ പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. ആകെ ദേഷ്യത്തിലാണ് ഭാമ ഇരിക്കുന്നത്. അന്നേരം വിഷ്ണു മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി ശാലിനിയുടെ വീട്ടിലേക്കാണോ, ഇനി പപ്പി അവിടെയും കാണും എന്നിങ്ങനെ വിഷ്ണു ഒന്ന് സംശയിക്കുകയാണ്. ഇതേസമയം റൂമിലിരുന്ന് പപ്പിയും സത്യയും കൂടി കളിക്കുകയാണ്. ഉത്സവത്തിന് പോയ കളിപ്പാട്ടങ്ങളൊക്കെ സത്യയാണെങ്കിൽ പപ്പിക്ക് കാട്ടി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഉത്സവത്തിന് പോയപ്പോൾ ശാരദാമ്മ വാങ്ങി തന്നതാണ്. ശാരദാമ്മ വലിയ ദൈവവിശ്വാസിയാണ്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ കാണണം. പപ്പിയുടെ പേരൊക്കെ ഓർമ്മ വന്നാൽ പപ്പിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും എന്നൊക്കെ ഇങ്ങനെ സത്യ പറയുകയാണ്. അന്നേരം അത് പിന്നെ വേണ്ടേ, ഞാനും ഇവിടുത്തെ കുട്ടിയല്ലേ, നിങ്ങളൊക്കെ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോകുമല്ലേ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത്തിരി വെള്ളം കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഈ പപ്പിയാണെങ്കിൽ ഇറങ്ങിയ ടേബിളിലിരിക്കുന്ന ജഗ്ഗ് എടുക്കുമ്പോൾ പക്ഷേ അതിൽ വെള്ളമില്ല. അന്നേരം അയ്യോ വെള്ളം തീർന്നു പോയല്ലോ എന്നിങ്ങനെ പപ്പി പറയുകയാണ്. അന്നേരം പപ്പിക്ക് വെള്ളം വേണോ, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറയുകയാണ്. അന്നേരം വേണ്ട, ഇനി അവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യോളാം എന്ന് പറയുകയാണ്. എപ്പോഴായാലും നമുക്ക് വെള്ളം വേണ്ടതല്ലേ, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ പിന്നെ സത്യ പോകുമ്പോൾ ഇവിടേക്ക് ആരും കയറിയൊന്നും വരില്ലല്ലോ, സത്യയുടെ ഒരു ധൈര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഞാൻ വാതിലങ്ങോട്ട് ചാരാം, ആരെങ്കിലും കയറി വന്നാൽ ഒളിച്ചിരിക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ വന്നാൽ മാത്രമേ പുറത്തേക്ക് വരാവൂ, ഞാൻ പ്രത്യേക സിഗ്നലൊക്കെ തരാം എന്ന് പറഞ്ഞിട്ട് സത്യമാണെങ്കിൽ ജഗ്ഗ് കേട്ട് വെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. പപ്പി കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് അവിടെ ഇരുന്ന് കളിക്കുകയാണ്.
ഈ സമയത്ത് മുറ്റത്ത് നിന്ന് ശാലിനി ആരോഗ്യം ഫോൺ ചെയ്യുകയാണ്. പപ്പി മോളെ കുറിച്ചുള്ള അന്വേഷണത്തിൽ തന്നെയാണ്. ശാരദാമ്മയും ശാന്തയും ഒക്കെ അടുത്ത് നിൽപ്പുണ്ട്. അന്നേരം ഫോൺ വെച്ച ശേഷം ശാരദാമ്മ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല, അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാന്തയാണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് ഗോപാലകൃഷ്ണൻ ഓട്ടോയിൽ വരികയാണ്. അന്നേരം എന്തായി ഗോപാലേട്ട, എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ്. അന്നേരം പോകാവുന്നിടത്തൊക്കെ പോയി, എങ്ങും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ആകെ ഒരു ക്ഷീണിച്ച് ആ തിണ്ണയിലേക്ക് കയറി ഇരിക്കുന്നുണ്ട്. അന്നേരം ഇനി അവളെ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയതാണോ എന്നാണ് എനിക്ക് സംശയം എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ, അരുതാത്തൊന്നും പറയില്ലേ, മുമ്പ് അവളിങ്ങനെ പോയിട്ടുള്ളതല്ലേ, ചിലപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ നമ്മളെ വിഷമിപ്പിക്കുകയായിരിക്കും, അങ്ങനെ തിരിച്ചു വരുമായിരിക്കും, ഈശ്വര എൻ്റെ കുട്ടിക്ക് ആപത്തൊന്നും വരുത്തരുതേ എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിക്ക് വീണ്ടും ഒരു കോള് വരുന്നുണ്ട്. അന്നേരം ശ്യാമയാണ് വിളിച്ചത്. അന്നേരം അവളും വിഷമത്തിലാണ് എന്നിങ്ങനെയൊക്കെ ശാലിനി പറയുന്നുണ്ട് ശാരദാമ്മയോട്. അന്നേരം ഞാൻ എങ്ങോട്ടെങ്കിലും പോയി അന്വേഷിക്കാം, ഇനിയിപ്പോൾ എവിടെയെങ്കിലും വഴി അറിയാതെ നമ്മൾ ആരെങ്കിലും കാണുമെന്നുള്ള രീതിക്ക് അവൾ നിൽക്കുകയാണോ എന്തോ, ഇവിടെ നിന്നിട്ട് എനിക്കൊരു ഇതുമില്ല, ഇരിക്കപ്പുറതയില്ല, അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി അന്വേഷിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ കൂടി വരാം എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം വേണ്ട, സത്യം അവിടെ ഉള്ളതല്ലേ, അമ്മ അവളുടെ അടുത്ത് പോയിരി എന്നൊക്കെ ഈ ശാരദാമ്മയോട് ശാലിനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ സത്യഭാമയുടെ വണ്ടി അവിടേക്ക് വരുന്നത്. തുടർന്ന് ആകെ ദേഷ്യത്തിൽ സത്യഭാമ അങ്ങോട്ട് ഇറങ്ങുകയാണ്. വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം എൻ്റെ പപ്പിമോൾ എവിടെ ഇടി എന്നും പറഞ്ഞിങ്ങനെ ഭാമ അങ്ങോട്ട് ചെല്ലുകയാണ്. അന്നേരം പപ്പിമോൾ ഇവിടെയോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അതെ, നീ അകത്ത് കൊച്ചിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ, എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് ഇറക്കി വിട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പപ്പിമോൾ ഇവിടെ ഇല്ല, ഇവിടെ വന്നിട്ടില്ല എന്നൊക്കെ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും ഒക്കെ പറയുന്നുണ്ട്. അന്നേരം ഞങ്ങൾ എന്തിനാ അവളെ ഒളിപ്പിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഇവളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇല്ല എന്നിങ്ങനെ ശാരദാമ്മ ആണായിട്ട് പറയുന്നുണ്ട്. അന്നേരം ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞില്ലായിരിക്കാം, പക്ഷേ ഇവളുടെ ഈ കളക്ടർ ഏമാത്തിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ബുദ്ധി ഉണ്ടായിരിക്കാം, തെറ്റ് ചെയ്തിരിക്കുന്നത് ഡിസ്ട്രിക്ട് കളക്ടറാണ്, ഇവളാണ് എന്നിങ്ങനെ എങ്ങ് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, അമ്മേ നമ്മളൊരു വാക്ക് തർക്കത്തിനല്ലല്ലോ വന്നത്, സമാധാനപരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, പപ്പിമോൾ എവിടെയെന്ന് അന്വേഷിക്കാനല്ലേ വന്നത് എന്ന് പറയുമ്പോൾ ഇവറ്റകളോടൊന്നും സമാധാനപരമായിട്ട് സംസാരിക്കാനൊന്നും ഒക്കില്ല, ചോദിച്ചാലും അവരെയൊക്കെ ഉത്തരവൊന്നും പറയത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ നീ ഇവിടെ ഇല്ല എന്ന് അവർ പറഞ്ഞില്ലേ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം നീ കണ്ടോ, നീ അകത്ത് കയറി നോക്കിയോ, ഇവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുക തന്നെയാണ്, ഇവള് വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം മുടക്കാൻ വേണ്ടി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതിന് മുന്നേ ശാലിനിക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. ശാലിനി ചോദിക്കുകയാണ്, എൻ്റെ കൊച്ചിനെ ഞാൻ എന്തിനു ഒളിപ്പിക്കണം എന്നിങ്ങനെ എടുത്ത് ചോദിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ഒരു നിമിഷം പായിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ഇങ്ങനെ സത്യഭാമ അങ്ങോട്ട് പറയുന്നുണ്ട്, അത് പപ്പിമോള് എൻ്റെ മകൻ രോഹിത്തിൻ്റെ കുഞ്ഞാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണന് ദേഷ്യം വരികയാണ്. ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, എൻ്റെ മകളുടെ കുട്ടി തന്നെയാണ്, നിങ്ങൾക്കുള്ള അതേപോലെ അവകാശവും അധികാരവും ഒക്കെ അമ്മ വീട്ടുകാർക്കും ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ, ഓ അങ്ങനെയാണോ കാര്യങ്ങൾ, എങ്കിൽ പിന്നെ പോലീസ് വരട്ടെ, അവർ തീരുമാനിക്കും, അവർ പരിശോധിക്കട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അമ്മയെ ഒരു വാക്ക് തർക്കത്തിനല്ല, നമുക്ക് സമാധാനപരമായിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനിയോട് ചോദിക്കുകയാണ്. ശാലിനി പിന്നെ പപ്പിമോൾ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, അവൾ ആകെ വീട് വിട്ട് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വീട് ഇതാണ്, സത്യയോടൊപ്പം ഒരു ദിവസം നിൽക്കണം എന്നുള്ളത് എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ, ഇതിപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ കുഞ്ഞ് എവിടെ പോയി എന്നും പറഞ്ഞ് വിഷ്ണു ആകെ അങ്ങോട്ട് സങ്കടപ്പെടുകയാണ്. തുടർന്ന് സത്യഭാമൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, വരേണ്ടവർ വരട്ടെ, ഇവളെ പിന്നെ അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്, ഈ കളക്ടർ അമ്മയെ ഇവിടെ നിന്ന് കയ്യാമം വെച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കാണിച്ചു തരും എന്നൊക്കെ പറയുകയാണ്. അന്നേരം ആ കാർത്തികയുടെയും വിഷ്ണുവിൻ്റെയും കല്യാണം മുടക്കാനാണ് ഇവൾ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ കല്യാണം മുടക്കണമെങ്കിൽ പപ്പിമോളെ ഇറക്കി വെച്ച് കളിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നിങ്ങനെ ശാലിനിയും ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനോട് പറയുകയാണ്, നീ ഇതിനകത്ത് കയറി നോക്കിയില്ലല്ലോ, അകത്തേക്ക് കയറി നോക്ക് എന്നൊക്കെ സത്യഭാമ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അതൊന്ന് കാണണമല്ലോ, എൻ്റെ മകളുടെ കൊച്ചിനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടിട്ട് ആ കുറ്റം എൻ്റെ മറ്റൊരു മകളുടെ തലയിൽ കെട്ടിവെക്കാൻ വന്നിട്ട് എൻ്റെ അനുവാദമില്ലാതെ ഈ വീട്ടിനകത്ത് കയറി പരിശോധിക്കാനൊക്കെ പറ്റില്ല, ഇത് ഗോപാലകൃഷ്ണൻ്റെ വീടാണ്, അങ്ങനെ നിങ്ങൾക്ക് മകനും പത്രാസും ആളും ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും ഈ വീട്ടുമുറ്റത്ത് നടക്കില്ല, അങ്ങനെ ഇപ്പോൾ അതിക്രമിച്ച് കയറാനൊക്കെയാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ നേരെ സെൻട്രൽ ജയിലിലോട്ടായിരിക്കും പോകുന്നത് എന്നിങ്ങനെ സത്യഭാമയെ ചൂണ്ടി പറയുമ്പോൾ വിഷ്ണുവിന് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണു പറയുന്നുണ്ട്, ദേ നിങ്ങൾ എന്നും പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ഗോപാലകൃഷ്ണൻ നേരെ കൈ ചൂണ്ടുകയാണ്. പക്ഷേ വിഷ്ണു ഒരു നിമിഷം ശാലിനിയുടെ മുഖത്ത് നോക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു കൈയങ്ങ് താത്തിട്ട്, അച്ഛാ നമ്മൾ വന്നിരിക്കുന്നത് കുട്ടിയെ അന്വേഷിക്കാനാണ്, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അന്വേഷിക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല എന്നിങ്ങനെ വിഷ്ണു ഒരു മയത്തിൽ പിന്നീട് പറയുന്നുണ്ട്. അന്നേരവും ശാലിനി പറയുകയാണ്, വിഷ്ണുട്ടാ
പിന്നെ സത്യാമ്മയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പപ്പിമോളെ അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ വന്നത്. ഇവളെ വീട്ടിൽ ഇരുത്തിയിട്ട്, പപ്പിയെ വീട്ടിൽ ഇരുത്തിയിട്ട് നാട് മുഴുവൻ അന്വേഷിക്കേണ്ട കാര്യം എനിക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അങ്ങനെ തന്നെ ചെയ്യും. പിന്നെ കളക്ടർ ഏമാത്തി കയ്യാമം വെച്ച് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ വരും. തെറ്റ് ചെയ്താൽ DGP ആയാലും കളക്ടർ ആയാലും ശിക്ഷ കിട്ടിയിരിക്കും, ഈ സത്യഭാമ ശിക്ഷ വാങ്ങിച്ച് തന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കവും ഒക്കെ സംസാരിക്കുകയാണ്. ഗോപാലകൃഷ്ണനും ശാരദാമ്മയും സത്യഭാമയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണു ഒരുവിധം സംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ സത്യഭാമയാണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കാനായിട്ട് അവിടെ തയ്യാറാകുന്നില്ല. ഒരു മകളെ നാടകം കളിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, ഇപ്പോൾ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നും പറഞ്ഞ് കിട്ടാവുന്ന വാക്ക് മൊത്തം ഉപയോഗിച്ച് അങ്ങോട്ട് ശാലിനിയെ കുറ്റം പറയുകയാണ്. പക്ഷേ ശാരദാമ്മയും ഗോപാലകൃഷ്ണനെ അവിടെ സത്യഭാമ കുറ്റം പറയുന്നില്ല, ശാലിനിയെ തന്നെയാണ്. നിങ്ങൾ അറിഞ്ഞില്ലായിരിക്കും, പക്ഷേ ഇത് കളക്ടർ ഇവള് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശാലിനിയെ പഴിചാരിയാണ് മൊത്തം അവിടെ സംസാരിക്കുന്നത്. അതേസമയം വിഷ്ണു ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ശാലിനി സത്യം ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു വിഷമിക്കുകയാണ്. അപ്പോൾ പപ്പി ഇവിടെയും വന്നിട്ടില്ല എന്നുള്ളത് വിഷ്ണുവിനെ ഒരു വിശ്വസിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവർക്കാർക്കും അറിയില്ലല്ലോ, ഇവർ പറയുന്നത് കൊണ്ട് വിഷ്ണു ഇവർ പറയുന്നതെല്ലാം വിശ്വസിക്കുകയാണ്. പക്ഷേ സത്യഭാമ മാത്രം അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അന്നേരം ഈ സംഭവങ്ങളൊക്കെ സത്യമാണെങ്കിൽ ജനൽ കൂടി വന്ന് നോക്കി കാണുന്നുണ്ട്. അതേസമയം പപ്പിയാണെങ്കിൽ അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇത്ര നാണം കെട്ട പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്തില്ല, അങ്ങനെയൊന്നും എന്നെ ചിത്രീകരിക്കരുത് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് ഭാമയോട്. പക്ഷെ അതൊന്നും ഭാമ അംഗീകരിക്കുന്നില്ല. ഭാമ അങ്ങനെ വളരെ ആക്ഷേപിച്ചും പരിഹസിച്ചും ഒക്കെയാണ് ശാലിനിയെക്കുറിച്ച് സംസാരിക്കുന്നത്. വിഷ്ണു ഇടയ്ക്ക് കയറുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെ സംസാരിക്കാനായിട്ട് ഈ സത്യഭാമ സമ്മതിക്കുന്നുമില്ല. തുടർന്ന് സത്യമാണെങ്കിൽ പപ്പിയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട് അവിടെ ബിഗ് ഫ്രണ്ട് സത്യാമ്മയും ഒക്കെ വന്നിട്ടുണ്ട്, പപ്പിയെ തിരക്കിയാണ് വന്നിരിക്കുന്നത്, പോലീസ് ഓരോ മുറിയിലും കയറി പരിശോധിക്കും എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അപ്പോൾ എന്നെ കണ്ടുപിടിക്കുമല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. അന്നേരം ഇനി എന്താ ഒരു വഴി, എവിടെയെങ്കിലും ഒളിക്കണമെന്ന് പറഞ്ഞിട്ട് സത്യ കുറേ നേരം ആലോചിച്ചിട്ട് പക്ഷേ അത് പറ്റില്ല, അവിടെ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്, അവിടെ പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം എന്തെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. തുടർന്ന് വേറൊരു മുറിയുണ്ട്, അവിടെ നമുക്ക് പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് രണ്ടുപേരും കൂടി പതിയെ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ശാന്തയാണെങ്കിൽ അപ്പോഴും അതുവഴി പോകുന്ന കാണുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് പോകാനായിട്ട് പപ്പിയോട് സത്യ പറയുന്നുണ്ട്. പപ്പി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. ശാന്ത അങ്ങ് പോയതിന് ശേഷം പപ്പിയെയും പിടിച്ചുകൊണ്ട് സത്യമാണെങ്കിൽ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്തെ വശത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ പക്ഷേ അടുത്ത എപ്പിസോഡിൽ ഈ ശാന്ത കാണുമെന്ന് തോന്നുന്നു, അങ്ങനെയാണ് പ്രൊമോയിൽ വന്നത്. ഈ രണ്ട് കുട്ടികളും കൂടി ഓടുന്നത് ശാന്ത കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഈ സത്യഭാമ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ പോലീസ് വരുമായിരിക്കും. അപ്പോൾ ഈ കുട്ടിയെ കണ്ടുപിടിക്കുകയൊക്കെ ഇനി അന്വേഷിച്ചിട്ട് റീമേക്കിൽ അങ്ങനെയാണ്, അന്വേഷിച്ചിട്ട് കണ്ടെത്താതെ വരുമ്പോൾ സത്യഭാമയുടെ സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. പക്ഷേ ജീപ്പിൽ കയറുന്നതിന് മുമ്പേ ഈ കുട്ടികൾ വിഷമം ചേച്ചിയമ്മയെ കൊണ്ടുപോകുന്ന കണ്ടിട്ട് പപ്പി ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇവിടെയും അങ്ങനെ ആകാനാണ് സാധ്യത. എന്താണെന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.